തുടക്കത്തിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, ഗുരുതരമായ പരുക്കാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയൊക്കെ ദൂരീകരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ വിജിൻ നമ്മളോട് അല്പസമയം മുമ്പാണ് സംസാരിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ പരിക്ക് പറ്റിയ ജയസൂര്യനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം വലിയ പരിക്കല്ല, വലതുകൈയിൽ ചെറിയൊരു പരിക്ക് മാത്രമാണ് പറ്റിയിട്ടുള്ളത്. കടുവയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ, ഈ ഷീൽഡ് ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലതുകൈക്ക് പരിക്ക് പറ്റി. അത് വലിയ ഗുരുതരമായ പരിക്കല്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. ഏതായാലും അനുജ, ആളുകളെ സംബന്ധിച്ച് ഭീതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നിൽ അവരുടെ കൂട്ടത്തിലൊരാളായ രാധയുടെ ജീവൻ കടുവ കവരുന്നൊരു സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നു. കുറേ ഉറപ്പുകൾ മന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്ന് ലഭിച്ചു. കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചു, ഉറപ്പുകൾ ലഭിച്ചു. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഇതിലൊരു അനിശ്ചിതത്വം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് ഉയരുന്നുണ്ടായിരുന്നു. അഞ്ചാം, ഇപ്പോൾ ഈ ജയസൂര്യനുമായുള്ള വാഹനം ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തെ പറ്റിയ അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് അനുജ, വലിയ പരിക്ക് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസമുള്ള കാര്യം. അദ്ദേഹത്തിന് വലിയ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം നടന്ന് തന്നെയാണ് ഈ സ്ട്രക്ചറിലേക്ക് കയറിയിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ കൈക്ക് മാത്രമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, ഗുരുതരമായ പരിക്കല്ല എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഉറപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ പരിക്ക് പറ്റിയിട്ടില്ല, കൈക്ക് മാത്രമാണ് ചെറിയ പരിക്ക് പറ്റിയിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തെ നേരെ ഈ ഫോറസ്റ്റിൻ്റെ വാഹനത്തിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് കയറ്റുകയും തുടർന്ന് അദ്ദേഹത്തെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം അനുജ, പരിക്ക് ഗുരുതരമല്ല, അദ്ദേഹത്തിൻ്റെ കൈക്ക് മാത്രമാണ് പരിക്കേറ്റത്. നമ്മൾ ആശങ്കപ്പെട്ടതുപോലെയുള്ള യാതൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഉൾക്കാട്ടിൽ വെച്ച് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു, പക്ഷേ ആ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ. അതാണ് അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലത് കൈക്കാണ് പരുക്കേറ്റത്. എന്നാൽ ആ പരുക്ക് ഗുരുതരമല്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. അഭിജിത്ത്, ഏതായാലും അത്ഭുതകരമായി ഒരു രക്ഷപ്പെടൽ എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും അല്ലേ? കാരണം കടുവയ്ക്ക് മുന്നിലാണ് അകപ്പെട്ടത്. ഷീൽഡ് വെച്ച് തടയുക എന്ന് പറഞ്ഞാലും അത്ഭുതകരമായുള്ള രക്ഷപ്പെടൽ. തീർച്ചയായും അനുജ, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത അത് ഒരുപക്ഷെ വരും മിനിറ്റുകളിൽ തന്നെ നമുക്ക് അറിയാനായി കഴിയും. ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നവരുടെ പ്രതികരണം അവർ അക്കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ പരിക്ക് പറ്റിയത്, കടുവയെ അവിടെ കണ്ടത്, ആ സാഹചര്യം ഒക്കെ അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരും മിനിറ്റുകളിൽ, വരും നിമിഷങ്ങളിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് വലിയ പരിക്ക് പറ്റിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കൈക്ക് മാത്രമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. കൈക്ക് മാത്രമാണ് പരിക്ക് പറ്റിയതെന്നാണ് ആദ്യം പറഞ്ഞ പോലെ ഗുരുതരമായ ഒരു പരിക്കില്ല എന്നാണ് പ്രാഥമിക വിവരം. നിലവിൽ നമുക്ക് വേണ്ടി പിന്നെ ജീവൻ സമർപ്പിച്ചിറങ്ങിയ ഒരാൾക്ക് പരിക്ക് പറ്റിയതിൻ്റെ വേദനയിലായിരുന്നു നാട്ടുകാർ. ഗുരുതരമല്ല എന്നതിൽ സമാധാനിക്കുകയാണ്. അങ്ങനെ നമുക്ക് അയാളെ കുറിച്ച് അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്കില്ല, കൃത്യമായിട്ട് വിവരമില്ല. ഞങ്ങൾ നാട്ടുകാരാണ്, പ്രദേശവാസികളാണ്, കൃത്യമായിട്ട് അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് അറിയില്ല. സംബന്ധിച്ചിടത്തോളം നമ്മളെ വേദന, നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചിറങ്ങിയ RRT ടീം അംഗമായതുകൊണ്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന. പരിക്കുകൾ പരിമിതമാണ്, കുറവാണ് എന്നറിഞ്ഞതിലാണ് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അതിലുള്ളൊരു സമാധാനം, അവരോടൊപ്പം നാട്ടുകാർ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു കൊടുക്കും. അവർക്ക് വേണ്ടതെല്ലാം നാട്ടുകാർ ചെയ്തു കൊടുക്കും. അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും. ജീവൻ പണയം വെച്ച് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ കേട്ട വാർത്ത അതീവ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഞങ്ങളാരും കാട്ടിൽ പോയ ആളുകളല്ല. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ആ കാടിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് പകരം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മുമ്പിലേക്ക് പോയ ആളുകളാണ്. അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി ഇവിടെ വന്നത്. ഞങ്ങൾ ഒരുപാട് സന്തോഷം, ഒരു ആശ്വാസം. വളരെ കുറവാന്ന് പറഞ്ഞാൽ വളരെയേറെ സന്തോഷം. അങ്ങനെ തന്നെയാണ് ഈ നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് പോലെ തന്നെ ഈ പരിക്ക് ഗുരുതരമല്ല. അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അവരുടെ ആവശ്യമാണ്, അവരുടെ ആശങ്കയാണ് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കടുവയെ പിടികൂടണം എന്നുള്ളതായിരുന്നു. ആ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി
ഈ വനത്തിലേക്ക് ഉൾക്കാട്ടിലേക്ക് പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയത്. ആ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് അറിയുമ്പോൾ തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് അത് വളരെ വലിയ ആശ്വാസമാണ്, എല്ലാവരെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹവുമായുള്ള വാഹനം ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അദ്ദേഹത്തെ ഈ സ്ട്രക്ചറിൽ കയറ്റുന്നു, തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് വലിയ പരിക്കില്ല, അദ്ദേഹത്തിന്റെ വലതു കൈക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത്. നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കടുവയെ ഈ RRT സംഘം ഈ ഉൾക്കാട്ടിൽ വെച്ച് കാണുന്നു. ഇദ്ദേഹം ഈ കടുവയെ മുന്നിലെത്തിയപ്പോൾ തന്റെ ഷീൽഡ് ഉപയോഗിച്ച് ഈ കടുവയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ കടുവയുടെ അടിയേൽക്കുന്നു. ആ അടി അദ്ദേഹം ഈ ഷീൽഡ് ഉപയോഗിച്ച് തടുക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ വലതു കൈക്ക് പരിക്ക് പറ്റുന്നു. ആ പരിക്കാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ജയസൂര്യ എന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ സപ്പോർട്ടുകൾ നൽകണമെങ്കിൽ, അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചികിത്സകൾ നൽകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിലവിൽ ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. അവർ വ്യക്തമാക്കുകയാണ്, തങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഉൾക്കാട്ടിലേക്ക് പോയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത് തൃപ്തികരമാണ്, ആശ്വാസകരമാണ് എന്നറിയുന്നതിൽ തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന കാര്യം ഇവിടെ എത്തിയ നാട്ടുകാർ വ്യക്തമാക്കുകയാണ്. നിജ.